കനത്ത മഴയെ തുടർന്ന് ബംഗളൂരിലെ ശിവാജി നഗറിലെ ബൗറിംഗ് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ട് മതിൽ തകർന്ന് വീണിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തേക്ക് വന്നത്. ഈ ദുരന്തത്തിൽ 2 മലയാളികൾ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന വാർത്തയും ഇന്ന് രാവിലോടുകൂടി പുറത്തേക്ക് വരികയാണ്. അതോടെ 7 പേർ മരിച്ചതായാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിശക്തമായ മഴയാണ് മതിൽ തകരാൻ കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. കൂടുതൽ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കുമെന്ന ആശങ്ക നിലവിലുണ്ട്. മതിലിനോട് ചേർന്നുള്ള നടപ്പാതയിൽ ഉന്തുവണ്ടികളിൽ കച്ചവടം ചെയ്തിരുന്ന വ്യാപാരികളും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ അഭയം തേടിയ പൊതുജനങ്ങളുമാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയത്. മഴയുടെ ശക്തിയിൽ മതിൽ തകരുകയായിരുന്നു. അപകടം നടന്ന ഉടൻ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പിന്നീട് അഗ്നിശമന സേനയും പോലീസും സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികളെല്ലാം തന്നെ ഏകോപിപ്പിക്കുകയായിരുന്നു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. വിധാൻ സൗദയുടെ പരിസരത്തും വെള്ളം കയറി. കൂടാതെ ശക്തമായ കാറ്റും മഴയും കാരണം നഗരത്തിലെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബൗറിംഗ് ഹോസ്പിറ്റലിൽ പരിസരത്തെ അപകടസ്ഥലം സന്ദർശിക്കുകയും ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗളൂരിലെ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അനുശോചനം രേഖപ്പെടുത്തിയത്. ദൗർഭാഗ്യകരമായ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 പേർ മരിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. നഗരത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 78 മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത്. ശക്തമായ കാറ്റിൽ 50ഓളം മരങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കടപുഴകി. പ്രധാന റോഡുകളിലേക്ക് മരങ്ങൾ വീണും പലയിടങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടും നഗരത്തിലെ വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യാത്രക്കാർ മണിക്കൂറോളമാണ് റോഡിൽ കുടുങ്ങിയത്. മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടകൾ മാലിന്യം നിറഞ്ഞ് കവിഞ്ഞ് പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഇനിയും മഴ ശക്തമാകാൻ സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ നഗരവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയെയും ഭരണകൂടത്തെയും സജ്ജമാക്കിയിട്ടുണ്ട്. അപകട സാധ്യത ഉള്ളതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും കർശന നിർദ്ദേശമുണ്ട്. മതിൽ തകർന്ന് വീണതിൽ വ്യാപകമായ ഒരു പ്രതിഷേധമാണ് ജനങ്ങളുടെ രംഗത്ത് ഉണ്ടാകുന്നത്. കാരണം മതിൽ പതിറ്റാണ്ടുകളായി പഴക്കമുള്ളതായിരുന്നുവെന്നും ഇത്ര കാലമായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താത്തത് സർക്കാരിന്റെ അനാസ്ഥയാണെന്നും പ്രതിപക്ഷവും ജനങ്ങളും ഇപ്പോൾ പറയുകയാണ്.